ഹായ് വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമസ്കാരം. ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സസന്തോഷം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. നമ്മുടെ കത്രിക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇതിൻ്റെ പേരാണ് ബൈങ്കൺ ചോഖ എന്നാണ്. നോർത്ത് ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു ഐറ്റമാണിത്, ബൈങ്കൺ ചോഖ. ബൈങ്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ബൈങ്കണിന് നമ്മുടെ മലയാളത്തിൽ കത്രിക്ക എന്ന് പറയും. അപ്പോൾ ഇതിനെ യൂറോപ്യൻ കൺട്രീസിലെ ഔബർജീൻ എന്നാണ് പറയുക. അതാണെങ്കിൽ ഇംഗ്ലീഷിൽ ബ്രിഞ്ചാൾ എന്ന് പറയാറുണ്ട്. ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം വഴുതനങ്ങായി ഒന്നിച്ചു കൂടും. അതേ സമയത്ത് ഈ ബൈങ്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഇവിടെയുള്ള കത്രിക്കയാണ്. ഈ കത്രിക്കായും അതുപോലെ തന്നെ തക്കാളിയും ചുട്ടിട്ട് തക്കാളി പ്യൂരിയാക്കും, കത്രിക്ക ചുട്ടിട്ട് അതിനെ കഷ്ണങ്ങളാക്കും. അപ്പോൾ ഇതിന് ചുടുന്നതിന് സാധാരണഗതിയിൽ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് കത്തിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ തരത്തിൽ എടുത്ത് കാണിക്കുക. അതുപോലെ തന്നെ ഒരു പരീക്ഷണമുണ്ട്, എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ചൂടാക്കി നോക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇനി വേണ്ട ഐറ്റങ്ങൾ, നമ്മൾ 2 കത്രിക്ക വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യും. പിന്നെ 3 തക്കാളിയുണ്ട്. തക്കാളി എയർ ഫ്രയറിൽ 2 എണ്ണം, 1 എണ്ണം നമ്മൾ സ്റ്റൗവിൽ. പിന്നെ 3 നമ്മുടെ മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സവാള കൊത്തി അരിഞ്ഞതുണ്ട്. പച്ചമുളക് 3 എണ്ണം കൊത്തി അരിഞ്ഞത്. പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, നാരങ്ങ നീരുണ്ട്. പിന്നെ മല്ലിയിലയുണ്ട്. ഇത്ര ഐറ്റമാണ് ഇതിൽ. നമുക്ക് വേറെ കാര്യമായിട്ടുള്ള ഐറ്റങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതിൻ്റെ ബാസ്ക്കറ്റിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടണം. ഇതിലേക്ക് ഒരു അല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. പിന്നെ തക്കാളിയുണ്ട്, ഇതിൽ അല്പം ഓയിൽ പുരട്ടാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മളൊരു 185 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് പോരാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ബൈങ്കൺ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതിന് ഇംഗ്ലീഷിൽ ഒരു പേര് കൂടെ ഉണ്ട് കേട്ടോ, എഗ് പ്ലാന്റ് എന്ന് പറയും. എഗ് പ്ലാന്റ് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇത് ബൈങ്കണിന്റെ ഭർത്ത എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കൂടെ ഉണ്ട്. അതിനും ഇതേമാതിരി തന്നെ ചുട്ടിട്ടാണ് എടുക്കുന്നത്, ബൈങ്കൺ ഭർത്ത. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കത്രിക്ക ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് ചുട്ട് നോക്കാം. നമ്മുടെ തക്കാളി ഏകദേശം നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഇപ്പോൾ എയർ ഫ്രയറിൽ ആകുന്നത് വരെ നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചു മാറ്റാം. ചൂട് മാറിയിട്ടില്ല. നമ്മുടെ ബൈങ്കണിൻ്റെ ചൂടൊന്ന് മാറിക്കോട്ടെ. അതുവരെ നമുക്ക് തക്കാളിയുടെ തൊലി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ബൈങ്കൺ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ തൊലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിരുന്ന 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ഫ്രയറിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാ ഐറ്റങ്ങളും എയർ ഫ്രയറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കറണ്ട് ചെലവുള്ള സാധനമാണ്. ഒരു മണിക്കൂറിൽ 1200 വാട്ട് എടുക്കും. കാരണം ചൂട് ഇതിൻ്റെ ഹീറ്ററിനാണ് ഈ കറണ്ട് ചിലവാകുന്നത്. അപ്പോൾ നല്ല കറണ്ട് ചിലവുണ്ട്. സാധാരണ കുക്കിങ്ങിനൊക്കെ എയർ ഫ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊള്ളും, നല്ല ഇലക്ട്രിസിറ്റി ബില്ലാകും. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിൽ മൊത്തം 2 മിനിറ്റ് കൂടെ നമ്മൾ വെച്ചു. അപ്പോൾ മൊത്തം 17 മിനിറ്റ് കൊണ്ട് ഇതായിട്ടുണ്ട്. നടത്തുന്നത് അപ്പോൾ എയർ ഫ്രയറിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിക്കും, കുഴപ്പമില്ല. നല്ല ചൂടാണ് തക്കാളിയും ബേങ്കണും. ഏതായാലും നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ എയർ ഫ്രയറിൽ നമുക്കിത് പൊള്ളിച്ചെടുക്കാമെന്നുള്ളത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തക്കാളി പ്യൂരി ഒന്നാക്കാം. തക്കാളി പ്യൂരി പച്ചയ്ക്കാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം തൊലി പൊളിച്ച് കളയുക. ഇത് ചുട്ടിട്ടെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന് ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈഡ് ബേങ്കന ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പ്യൂരി ഒന്നും ആക്കുന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇതിൽ ഇടും, അത്രയേ ഉള്ളൂ. കുത്തിയരിയ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അതിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കാനാണ് നമ്മൾ ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ്. നമ്മുടെ വടക്കേ ഇന്ത്യക്കാരുടെ സർസോക്കാത്തേൽ നമ്മൾ കടുകെണ്ണയും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരിയാണ് ഇതിലിട്ടിട്ട് ചൂടാക്കി വേവിച്ചെടുക്കേണ്ടത്. നമുക്കൊന്ന് സോട്ട് ചെയ്യണം, ഫ്രൈ ചെയ്തെടുക്കണം, നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ബേങ്കൺ ചേർക്കാം. നമ്മൾ ചെറിയൊരു 5 മിനിറ്റെങ്കിലും സോട്ട് ചെയ്തിട്ടുണ്ട്, വെള്ളം വറ്റി തുടങ്ങിയിട്ട്. നമുക്കിനി നമ്മുടെ ബേങ്കൺ ചേർക്കാം. നമ്മൾ കത്തിരിക്ക, ഒരുവിധം വളർന്നു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നത് 3 മീഡിയം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇതിനൊരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. ചെറിയ കുക്കറിൽ ഇത് വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം വയ്ക്കാൻ പാടില്ല. വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെള്ളം കുടിക്കില്ല, വളരെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് അല്പം ഫ്ലെയിം കുറച്ച് വെക്കാം, കുറച്ച് ഉപ്പ് ചേർക്കാം, ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. പിന്നെ നമ്മൾ കുറച്ച് മസാല, ഡ്രൈ മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണിത്, വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി, അത് അധികമൊന്നും വേണ്ട, 1 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ കാശ്മീരി മിർച്ചാണ് ചേർക്കുന്നത്. കൂടാതെ പച്ചമുളക് വേറെയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കൊത്തി അരിഞ്ഞ സവാള, ഒരു മീഡിയം
സവാളയാണ്, കൊത്തിയരിഞ്ഞാണ് ചേർക്കുന്നത്. ഈ സവാളയൊന്നും അധികം വേവണമെന്നില്ല. ഇനി ഒരു 3 ഉണ്ടമുളക്, പച്ചമുളകാണ്, കൊത്തി അരിഞ്ഞാണ്. ഒരു അല്പം ഉപ്പ് കൂടെ ചേർക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒരു ലേശം വളരെ കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കാനുള്ളത്. പിന്നെ പ്രിപ്പറേഷനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിച്ചതുപോലെ നമ്മളിത് ചുട്ടെടുക്കുക, തൊലി പൊളിച്ചെടുക്കുക, ഇതൊക്കെയാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളത്. അത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, വളരെ പെട്ടെന്നാവും. ഇനി നമുക്ക് മല്ലിയില ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം. എന്നിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേങ്കൺ ചോക്ക, ഓവർജീൻ അല്ലെങ്കിൽ നമുക്ക് പറയാം എഗ് പ്ലാന്റ്, അതുപോലെ കത്രിക്ക ചോക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്നും ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ പൂരി, ചപ്പാത്തി, ചോറ് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. അല്പം ചുട്ടെടുക്കണം. ഇപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്തവർ സ്റ്റൗവിൽ ചുട്ടെടുക്കാം. ഇനി അതിൽ പഴുപ്പഞ്ചാരം ഉള്ളവരാണെങ്കിൽ പഴുപ്പഞ്ചാരത്തിലും ചുട്ടെടുക്കാം. അത് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും പഴുപ്പഞ്ചാരം. പക്ഷേ അത് നമുക്ക് അത്ര കിട്ടാൻ എളുപ്പമുള്ളതല്ല. പിന്നെ എയർ ഫ്രയർ ഞാൻ പറഞ്ഞതുപോലെ മൊത്തം 12 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. 10 മിനിറ്റ് ആയാലും മതി, എന്നാലും ഒരു 12 മിനിറ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് അത് നമ്മൾ റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചോക്ക റെസിപ്പി ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടെല്ലാവരും റിക്വസ്റ്റാണ്, നിങ്ങളെല്ലാവരും കാണുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടയ്ക്കുക. അതൊക്കെ നിങ്ങൾക്ക് ബെൽ ബട്ടൺ വരും, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, നോർത്ത് ഇന്ത്യൻ ഒരു ഡിഷാണ്, ഇതുപോലെ വേറെയും കുറേ നോർത്ത് ഇന്ത്യൻ ഡിഷ് വരുന്നുണ്ട്, നിങ്ങളത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരോടും ഗുഡ് ബൈ.